നമസ്കാരം. വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 16, 2024 തിങ്കളാഴ്ച. പ്രധാന വാർത്തകൾ വായിക്കുന്നത് രാധാകൃഷ്ണൻ. ദൈനംദിന വാർത്തകൾ അവതരിപ്പിക്കുന്ന ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ദയവായി അഭ്യർത്ഥിക്കുന്നു. പ്രധാന വാർത്തകൾ ആദ്യം നമുക്ക് ദേശാഭിമാനി വെബ് ഡെസ്കിൽ എന്താണ് വാർത്തകൾ എന്ന് പരിശോധിക്കാം. അതിനുശേഷം മാതൃഭൂമിയും മനോരമയും അതിൻ്റെയും പ്രധാന വാർത്തകൾ തലക്കെട്ടുകൾ ഒക്കെ പരിശോധിക്കാം. വണ്ടൂരിൽ നിപ രോഗം സ്ഥിരീകരിച്ചതാണ് പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നത്. 151 പേർ സമ്പർക്ക പട്ടികയിലാണ്. മലപ്പുറത്ത് വണ്ടൂരിൽ മരിച്ച 24 വയസ്സുകാരൻ നിപ മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഫലം ലഭിച്ചു. ബാംഗ്ലൂരിൽ വിദ്യാർത്ഥിയാണ് മരണമടഞ്ഞ 24 വയസ്സുകാരൻ. സെപ്റ്റംബർ 9 പെരിന്തൽമണ്ണയിലെ MES മെഡിക്കൽ കോളേജിൽ യുവാവ് മരിച്ചത്. ശനിയാഴ്ച രാത്രി തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ അടിയന്തര ഉന്നത യോഗം ചേർന്നു. പ്രോട്ടോകോൾ പ്രകാരമുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. പ്രോട്ടോകോൾ പ്രകാരമുള്ള 16 കമ്മിറ്റികളും രൂപീകരിച്ചു. 4 സ്വകാര്യ ആശുപത്രികളിൽ യുവാവ് ചികിത്സ തേടിയിട്ടുണ്ട്. ഇതുകൂടാതെ സുഹൃത്തുക്കൾക്കൊപ്പം ചില സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഇവരുടെ എല്ലാവരുടെയും തന്നെ വിവരങ്ങൾ ശേഖരിച്ച് നേരിട്ട സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരെ ഐസൊലേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപൂർവമെങ്കിലും അണുബാധ സാധ്യതയുള്ള എല്ലാവരെയും കോൺടാക്ട് ട്രേസിംഗ് നടത്തി നിരീക്ഷണത്തിലാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിലാണ്. ആർക്കെങ്കിലും അണുബാധ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ കണ്ടെത്തി ചികിത്സിച്ച് ജീവൻ രക്ഷിക്കുന്നതിനും പുതുതായി ആർക്കും അണുബാധ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പാക്കാനും വേണ്ടിയുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുള്ളതായും മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജി പ്രഖ്യാപിച്ച് അരവിന്ദ് കെജ്രിവാൾ 2 ദിവസത്തിനുള്ളിൽ രാജിവെക്കുമെന്നാണ് പ്രഖ്യാപനം. പാർട്ടി ഓഫീസിൽ AAP പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് പ്രഖ്യാപനം. തെരഞ്ഞെടുപ്പ് വരെ പാർട്ടിയിൽ ഒരാൾ മുഖ്യമന്ത്രിയായി തുടരുമെന്നും MLA-മാർ യോഗം ചേർന്ന് പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുമെന്നും കെജ്രിവാൾ അറിയിച്ചു. മനീഷ് സിസോദിയ മുഖ്യമന്ത്രിയാവില്ല എന്നും അദ്ദേഹം അറിയിച്ചു. വയനാട്ടിലെ മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളുടെ പുനരധിവാസത്തിന് സ്പോൺസർഷിപ്പ് സ്വീകരിക്കാൻ സർക്കാർ അനുമതിയായി. സ്വകാര്യ വ്യക്തികൾ, സ്ഥാപനങ്ങൾ, കമ്പനികൾ, കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിൽ നിന്ന് സ്പോൺസർഷിപ്പ് സ്വീകരിക്കാം. ജില്ലാ മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിലായിരിക്കും പ്രവർത്തനങ്ങൾ. ഒറ്റത്തവണ സഹായധനം 18 വയസ്സായ ശേഷം പിൻവലിക്കാവുന്ന തരത്തിൽ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസറുടെയും കുട്ടികളുടെയും പേരിലുള്ള ജോയിന്റ് അക്കൌണ്ടിൽ നിക്ഷേപിക്കും. പലിശ മാസം തോറും കുട്ടിയുടെ അക്കൌണ്ടിലേക്ക് ലഭിക്കും. ഉത്തർപ്രദേശിൽ ബഹുനില കെട്ടിടം തകർന്നു വീണ് 10 പേർക്ക് ദാരുണാന്ത്യം. ലോഹിയാനഗർ മേഖലയിലെ സാക്കീർ കോളനിയിലുള്ള 3 നില കെട്ടിടമാണ് തകർന്നത്. അവശിഷ്ടങ്ങൾക്കിടയിൽ 15 പേരാണ് കുടുങ്ങിക്കിടന്നിരുന്നത്. എല്ലാവരെയും പുറത്തെടുത്തു. 5 പേർ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച രാത്രിയോടെയാണ് 3 നില കെട്ടിടം തകർന്നു വീണത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി തുടരുന്ന കനത്ത മഴയാണ് കെട്ടിടം തകരാൻ കാരണമെന്നാണ് സൂചന. ഇനി നമുക്ക് മാതൃഭൂമി വെബ് ഡെസ്കിലെ ചില വാർത്തകൾ പരിശോധിക്കാം. പ്രധാനമായ ഒരു വാർത്ത US മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗോൾഫ് ക്ലബിൽ വെടിവെപ്പ് എന്ന വാർത്തയാണ്. US മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗോൾഫ് ക്ലബിൽ വെടിവെപ്പ്. ഫ്ലോറിഡ വെസ്റ്റ് പാം ബീച്ചിലെ ട്രംപ് ഇന്റർനാഷണൽ ഗോൾഫ് ക്ലബിലാണ് വെടിവെപ്പ് ഉണ്ടായത്. ഈ സമയത്ത് ട്രംപ് ക്ലബിൽ ഉണ്ടായിരുന്നുവെന്നാണ് നിഗമനം. ഗോൾഫ് ക്ലബിൽ വെടിവെപ്പുണ്ടായതായി ട്രംപിന്റെ മകൻ ഡൊണാൾഡ് ട്രംപ് ജൂനിയർ Xൽ സ്ഥിരീകരിച്ചു. ട്രംപിന് സമീപമുണ്ടായ വെടിവെപ്പിൽ അദ്ദേഹം സുരക്ഷിതനാണ് എന്ന് ട്രംപിന്റെ പ്രചാരണ വിഭാഗത്തിന്റെ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ സ്റ്റീവൻ ചങ് അറിയിച്ചു. കൊല്ലത്ത് മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ സ്കൂട്ടർ യാത്രികരെ കാർ ഇടിച്ചു വീഴ്ത്തി. റോഡിൽ വീണ സ്ത്രീയുടെ ശരീരത്തിലൂടെ കയറ്റി ഇറക്കി കാർ ഓടിച്ചവർ രക്ഷപ്പെട്ടു. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മൈനാഗപ്പള്ളി സ്വദേശിനി കുഞ്ഞുമോൾ മരിച്ചു.
സ്കൂട്ടർ ഓടിച്ച ഫൗസിയയ്ക്ക് പരിക്കേറ്റു. കാർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. ഞായറാഴ്ച വൈകിട്ട് 5:46 സംഭവം. സ്കൂട്ടറിന് പിന്നിൽ കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കുഞ്ഞുമോൾ കാറിനടിയിലേക്ക് വീഴുകയായിരുന്നു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഡോക്ടർക്ക് ചികിത്സിക്കാൻ എത്തിയയാളുടെ മർദ്ദനം. ചികിത്സയ്ക്കെത്തിയ തകഴി സ്വദേശി ഷൈജുവാണ് ഡോക്ടറെ മർദ്ദിച്ചത്. ശസ്ത്രക്രിയ അത്യാഹിത വിഭാഗം ഹൌസ് സർജൻ ഡോക്ടർ അഞ്ജലിക്ക് മർദ്ദനത്തിൽ പരിക്കേറ്റു. നെറ്റിയിൽ തുന്നലിടാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു ആക്രമണം. രോഗി മദ്യലഹരിയിൽ ആയിരുന്നുവെന്നും ഇയാൾ തന്റെ കൈ പിടിച്ചു തിരിച്ചുവെന്നും ഡോക്ടർ പറഞ്ഞു. നെറ്റിയിൽ മുറിവുമായാണ് ഷൈജു ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ആശുപത്രിയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ച ഷൈജുവിനെ സുരക്ഷാ ജീവനക്കാർ പിടിച്ചു മാറ്റി. ബഹളത്തിനിടയിൽ ഇയാൾ കടന്നുകളഞ്ഞുവെന്നാണ് വിവരം. പോലീസ് തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനുള്ള ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് രീതിക്കായുള്ള ബിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ നടപ്പ് കാലയളവിൽ തന്നെ അവതരിപ്പിച്ചേക്കുമെന്ന സൂചന. NDA ഘടകകക്ഷികളുടെ പിന്തുണ ലഭിച്ചാൽ ഉടൻ ബിൽ അവതരിപ്പിക്കാമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതീക്ഷ. ഉന്നത സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ BJPയുടെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലും പ്രധാനമന്ത്രി ഇത് പരാമർശിച്ചിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാനുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ തീരുമാനത്തിനെതിരെ BJPയും കോൺഗ്രസും രംഗത്ത്. 48 മണിക്കൂറിന് ശേഷം മുഖ്യമന്ത്രി പദം രാജിവെക്കാനുള്ള കെജ്രിവാളിന്റെ തീരുമാനത്തെയാണ് ഡൽഹിയിലെ BJP നേതാക്കൾ ചോദ്യം ചെയ്തത്. കെജ്രിവാൾ തേടിയ 48 മണിക്കൂർ സമയം നിഗൂഢമാണെന്നും നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള ഒരു മുഖ്യമന്ത്രി ഇത്തരത്തിൽ ചെയ്യുന്നത് പരിഹാസ്യമാണെന്നും BJP MP സുധാൻഷു ത്രിവേദി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മനോരമയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. മനോരമയിലെ ചില വാർത്തകൾ കൂടിയാണ് നമ്മൾ പരിശോധിക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ നടത്ത ദൌത്യം വിജയകരമായി പൂർത്തിയാക്കി സ്പേസ് എക്സ്. പൊളാരിസ് ഡോൺ ദൌത്യം പൂർത്തിയാക്കിയ യാത്രികർ സുരക്ഷിതമായി ഞായറാഴ്ച ഭൂമിയിൽ തിരിച്ചെത്തി. 5 ദിവസം നീണ്ടുനിന്ന ദൌത്യത്തെ ബഹിരാകാശ രംഗത്തെ വലിയ കുതിച്ചുചാട്ടം എന്നാണ് നാസ പ്രശംസിച്ചത്. ബോറിസ് കൊടുങ്കാറ്റ് മൂലമുണ്ടായ പേമാരിയിൽ നടുങ്ങി മധ്യ കിഴക്കൻ യൂറോപ്പ്. ഓസ്ട്രിയ, പോളണ്ട്, ചെക്ക് റിപ്പബ്ലിക്, ഹംഗറി, സ്ലോവാക്യ, റൊമാനിയ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ബോറിസ് കൊടുങ്കാറ്റ് കനത്ത നാശം വിതച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസത്തിനിടെ വെള്ളപ്പൊക്കത്തിൽ 6 പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. പോളണ്ടിലും ഓസ്ട്രിയയിലും ചെക്ക് റിപ്പബ്ലിക്കിലുമായി 10,000-ലധികം ആളുകളെ ഒഴിപ്പിച്ചു. കഴിഞ്ഞ 1 ദശാബ്ദത്തിനിടെ കിഴക്കൻ യൂറോപ്പ് കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കമാണ് ബോറിസ് കൊടുങ്കാറ്റിനെ തുടർന്ന് ഉണ്ടായിരിക്കുന്നത്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരെയും വധിക്കാൻ US രഹസ്യാന്വേഷണ സംഘടനയായ CIA ഗൂഢാലോചന നടത്തിയെന്ന് ആരോപണം. രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന് സംശയിക്കുന്ന 3 US പൌരന്മാരെയും 2 സ്പാനിഷ് പൌരന്മാരെയും 1 ചെക്ക് റിപ്പബ്ലിക് പൌരനെയും അറസ്റ്റ് ചെയ്തതായി വെനസ്വേല ആഭ്യന്തരമന്ത്രി ഡിയോസ്ഡാഡോ കാബെല്ലോ അറിയിച്ചു. കൂലിപ്പടയാളികളെ വെച്ച് CIA പദ്ധതിക്ക് നേതൃത്വം നൽകുന്നുവെന്നാണ് വെനസ്വേലയുടെ ആരോപണം. എന്നാൽ വെനസ്വേലയുടെ ആരോപണങ്ങളെല്ലാം തള്ളിക്കളയുകയാണ് US. തടവിലാക്കിയ 3 US പൌരന്മാരിൽ ഒരാൾ തങ്ങളുടെ സൈനികനാണെന്നും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് പറഞ്ഞു. യാഗി ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ കനത്ത മഴയിൽ മ്യാൻമറിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 113 ആയി. 3 ലക്ഷത്തിലേറെ പേർ വെള്ളപ്പൊക്കത്തിലും ചുഴലിക്കാറ്റിലുമായി മ്യാൻമറിൽ ഭവനരഹിതരായെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മേഖലയിൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ വർഷം ഏഷ്യയിൽ ഉണ്ടായ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റായ യാഗി മ്യാൻമാറിനു പുറമെ വിയറ്റ്നാമിലും തായ്ലൻഡിലും ലാവോസിലും വലിയ നാശനഷ്ടങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. ഓണക്കാലത്തെ മദ്യവിൽപ്പനയിൽ ഇക്കുറി ഇടിവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷത്തേക്കാൾ 14 കോടി രൂപയുടെ കുറവാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ബാറുകളുടെ എണ്ണം കൂടിയിട്ടും മദ്യവിൽപ്പന കുറഞ്ഞുവെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഉത്രാട ദിനം വരെ 9 ദിവസം 701 കോടി രൂപയുടെ മദ്യം വിൽപ്പന
ഇത്തവണ നടന്നു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ കഴിഞ്ഞ തവണ ഈ സമയം ഇത് 715 കോടി രൂപയായിരുന്നു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു. കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.